സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങൾ പല രീതിയിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ ഒരാളുമായി എങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്യുന്നു, എങ്ങനെ പുതിയ ഒരു സൗഹൃദ ബന്ധം സൃഷ്ടിക്കുന്നു, അതെങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു, ജോലിയുടെ കാര്യമായാലും എഡ്യൂക്കേഷൻ്റെ കാര്യമായാലും കരിയർ റിലേറ്റഡായ കാര്യമായാലും അതൊക്കെ സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും വഴി വന്ന ആ സാങ്കേതിക മികവിൻ്റെ നല്ല ഉദാഹരണങ്ങളാണ് നൽകുന്നത്. സോ ഇന്ന് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോ ഡിസ്കസ് ചെയ്യുന്നു നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ടു ഏൺ മണി, സ്വന്തമായി കാശ് സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ. ഏകദേശം 15 മാർഗങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിത്ത് റെസ്പെക്ട് ടു ഹൗസ് വൈഫ്സ്, അതായത് വീട്ടിലിരിക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയാലും എഡ്യൂക്കേറ്റഡ് അല്ലാത്തതും ആയ ഹൗസ് വൈഫ്സിനും പെൺകുട്ടികൾക്കും കൂടാതെ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. അത് പെണ്ണാകണം എന്ന് നിർബന്ധമില്ല, ആണായ ആൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ നേടുകയാണ്, നിങ്ങൾക്ക് സ്വന്തമായി കാശിൻ്റെ ഇൻകം ഉണ്ടാക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. സോ വിത്തൗട്ട് വളച്ചൊടിക്കാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ദിസ് ഈസ് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോ, മൈസെൽഫ് അബ്ദുൽ മുജീബ്. സോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള 15 കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യമാണ് മേക്ക് ആൻഡ് സെൽ യുവർ ആർട്ട്. സ്വന്തമായി കലാരൂപങ്ങൾ സൃഷ്ടിക്കാനും അത് വിൽക്കാനുമുള്ള ഒരു ഉപാധി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ പല ആൾക്കാരുടെയും അകത്തുള്ള കലാകാരന്മാരെ തിരിച്ചറിഞ്ഞ ആൾക്കാരാണ്. പല രീതിയിൽ ട്രൈ ചെയ്ത് ഒരു നല്ല ആ രീതിയിലുള്ള ഒരു കംഫർട്ടബിൾ കരിയർ ബിൽഡ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലായിരിക്കാം. സാരമില്ല, ഇന്ന് നവമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ നമുക്ക് പല രീതിയിലുള്ള പ്ലാറ്റ്ഫോംസും നൽകുന്നു. അത് വെച്ചിട്ട് നമ്മുടെ അകത്തുള്ള ആ കലാരൂപങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള കഴിവുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കൂടാതെ അത് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഹാൻഡിക്രാഫ്റ്റ്സ്, അതായത് സ്വന്തം കൈകൊണ്ട് ചെയ്തുണ്ടാക്കുന്ന കലാരൂപങ്ങൾ, അത് പേപ്പർ ആർട്ടായാലും ക്ലോത്ത് വെച്ചിട്ടായാലും ഏത് രീതിയിലുള്ള കലാരൂപങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഉണ്ടാക്കിയതിന് ശേഷം അത് ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെ പല രീതിയിൽ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ബിസിനസ്സും ചെയ്യാം. ഇതിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്കറ്റും ചെയ്യാൻ പറ്റും വിത്ത് റെസ്പെക്ട് ടു ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ട്വിറ്റർ അങ്ങനെ പല പല കാര്യങ്ങളിൽ കൂടി. അതാണ് നമ്മുടെ നമ്പർ 1 മാധ്യമം. രണ്ടാമത്തതാണ് ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ഒരു രീതി. അതായത് ഇത് കുറച്ചും കൂടി സ്പെഷ്യലായി ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് മെയിനായിട്ടും ടൂറിസവുമായി ബന്ധപ്പെട്ട് വളരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ബെഡ് ആൻഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള റൂമുകൾ ആ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, അതിലുള്ള സർവീസുകൾ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗസ്റ്റിന്, അതായത് പെയ്ഡ് ഗസ്റ്റിന് മെയിനായിട്ടും ഗോ, ഇബിബോ, എയർബിഎൻബി, മേക്ക് മൈ ട്രിപ്പ് പോലുള്ള പ്ലാറ്റ്ഫോംസ് വഴി സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ഒരു പർട്ടിക്കുലർ റൂം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ അതുപോലുള്ള റൂം ആൻഡ് ഫുഡ് സർവീസും നിങ്ങൾക്ക് നൽകാൻ പറ്റും. മൂന്നാമത്തെ കാര്യമാണ് ബേബി സിറ്റിംഗ്. നമുക്കറിയാം, പല വീട്ടിലും കപ്പിൾസ് 2 പേരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ കുട്ടികളെ നോക്കുന്ന ഗൾഫ് പോലുള്ള രാജ്യങ്ങളിൽ വളരെ സാധാരണമായ ഒരു കാര്യമാണ് കുട്ടികളെ വേറൊരാൾ നോക്കുന്നു, അതായത് ജോലി സമയത്ത് ബേബി സിറ്റിംഗ് എന്നിതിനെ പറയും. കൂടാതെ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എഡ്യൂക്കേഷൻ സംബന്ധമായ റൈംസ് പഠിപ്പിച്ച് കൊടുക്കുക, ആൽഫബറ്റ്സ് പഠിപ്പിച്ച് കൊടുക്കുക. കൂടാതെ അഡീഷണൽ സർവീസസ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ കുട്ടികൾക്ക് ചെയ്തു കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റിംഗ് വാല്യൂ കൂട്ടുക എന്നുള്ളൊരു കാര്യം. നാലാമത്തെ കാര്യമാണ് ഡെൻസ് ക്ലീനിങ് ജോബ് എന്ന് പറയും. അതായത് ഓരോ വർഷത്തിലും അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസൺസൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് കഴിഞ്ഞാൽ വീട് മുഴുവനും വളരെ അഴുക്ക് ചേർന്നൊരവസ്ഥയുണ്ടെങ്കിൽ അതിനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ള ഒരു വലിയൊരു കാര്യമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിലേക്ക് നിങ്ങൾക്ക് ഒരു മാർക്കറ്റിംഗ് വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് സാമ്രാജ്യം സൃഷ്ടിക്കാനുള്ള ഒരു ചുവടുവെപ്പ് അതിൽ കൂടി ചെയ്യാം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ ആവശ്യമായ പ്രൊഫഷണൽ ആൾക്കാർ ഉപയോഗിക്കുന്ന തന്നെ
പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സഹായികളെ ചേർത്ത് ഒരു വീട് ക്ലീൻ ചെയ്യാനുള്ള ഒരു സർവീസ് വളരെ ചെറിയ തലത്തിൽ സ്റ്റാർട്ട് ചെയ്ത് വളരെ വലിയൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരവസ്ഥ സൃഷ്ടിക്കാൻ പറ്റിയ ഒരു ബിസിനസ് മോഡലാണ്. അഞ്ചാമത്തെ കാര്യമാണ് ലൗണ്ട്രി ആൻഡ് അയണിംഗ് എന്ന് പറയും. അതായത് നമുക്കറിയാം വസ്ത്രം കഴുകുക, അതിനെ അയൺ ചെയ്തെടുക്കുക, അങ്ങനെ പല പല കാര്യങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ക്ലോത്തിങ്. ഇന്ന് വളരെ കൂടുതൽ സമയമില്ലാത്ത ഒരവസ്ഥ വരുന്ന സമയത്ത് ആൾക്കാർ വളരെ ബിസിയാണ്. അപ്പോൾ നല്ല ഒരു ഹോംലി ടച്ചുള്ള ഒരു ലോണ്ട്രി ആൻഡ് അയണിങ് സർവീസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും നല്ലൊരു ബിസിനസ് മോഡൽ കണ്ടെത്താൻ പറ്റും. ആറാമത്തെ കാര്യമാണ് കോർപ്പറേറ്റ് ആൻഡ് വെഡ്ഡിംഗ് ഗിഫ്റ്റ് റാപ്പിംഗ് എന്ന് പറയും. മെയിനായിട്ടും നഗരങ്ങളിൽ, സിറ്റി, ടൗണുകളിൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അടുത്തുള്ള വീടുകളിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് കോർപ്പറേറ്റ് വലിയ വലിയ കമ്പനികൾ അവരുടെ എംപ്ലോയീസിന് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്, അതിൻ്റെ റാപ്പിംഗ് ചെയ്യാറുണ്ട്. ഈ റാപ്പിംഗ് കമ്പനിയിലുള്ള ആൾക്കാർ അവിടെ ഇരുന്ന് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതായത് ഗിഫ്റ്റ് വളരെ സുന്ദരമായി ബ്യൂട്ടിഫുള്ളായി റാപ്പ് ചെയ്യുന്ന ഒരവസ്ഥ, അത് ചെയ്യാൻ വേണ്ടി ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാറാണ് പതിവ്. സോ നിങ്ങൾക്കിതിൽ താല്പര്യമുണ്ടെങ്കിൽ, ആ രീതിയിലുള്ള ടാലൻ്റ് ഉണ്ടെങ്കിൽ ഡെക്കറേറ്റീവായ പേപ്പർ വിൽക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഷോപ്പുമായി കൊളാബറേറ്റ് ചെയ്ത് ഈ സർവീസസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. കൂടാതെ കല്യാണങ്ങളിൽ അതുപോലുള്ള ഫെസ്റ്റിവലിൽ നിങ്ങൾക്ക് ഈ റാപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് സാധ്യതകൾ കണ്ടെത്താവുന്നതാണ്. ഏഴാമത്തെ കാര്യമാണ് മെഹന്തി, അതായത് മൈലാഞ്ചി ഇടുന്നത്. പല കൂട്ടുകാർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഗേൾസ്, ലേഡി അല്ലെങ്കിൽ ഫീമെയിൽ തന്നെ ആകണമെന്നില്ല, ആൺകുട്ടികൾക്കും മെഹന്തി ചെയ്യാനുള്ള കഴിവുകൾ വളരെ കൂടുതലുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള കഴിവുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഫെസ്റ്റിവലിലും കൂടാതെ എന്തെങ്കിലും പ്രോഗ്രാംസിലും കല്യാണങ്ങൾ പോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് മെഹന്തി എന്നുള്ള ആ സർവീസ് കൊടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് അവിടെ പോയോ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ വീട്ടിൽ വന്നോ അല്ലെങ്കിൽ അതിന് സ്വന്തമായി ഒരു ചെറിയ ഷോപ്പ് തുടങ്ങിയോ നിങ്ങൾക്ക് കാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. എട്ടാമത്തെ കാര്യമാണ് ഫ്രീലാൻസ് എക്സ്പേർട്സ് എന്ന് പറയും. അതായത് എല്ലാവർക്കും സ്വന്തമായി ഹോബിയുള്ള ഒരു കാലമാണ്. ഈ ഹോബി എന്നുള്ള ആ ഒരു ചെറിയ കാര്യത്തെ ഒരു സ്കെയിലിൽ, നല്ലൊരു പ്രൊഫഷണൽ സ്കെയിലിൽ സ്വന്തമായി കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതിനെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടി മാർക്കറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ കാര്യങ്ങളെ ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമിൽ കൂടി വിറ്റ് കാശുണ്ടാക്കാവുന്നതാണ്. നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒമ്പതാമത്തെ കാര്യമാണ് സ്റ്റിച്ചിങ് ആൻഡ് എംബ്രോയ്ഡറി എന്നുള്ളത്. അതായത് തുന്നലും അതുമായി ബന്ധപ്പെട്ട് എംബ്രോയ്ഡറി ചെയ്യുന്ന, ക്ലോത്തിങ്ങുമായി ഫാഷൻ ഡിസൈനിങ്ങുമായി അടുത്ത് കിടക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ക്രിയാത്മകമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പത്താമത്തെ കാര്യമാണ് നിങ്ങൾക്ക് സ്വന്തമായ ഒരു ടിഫിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഗരങ്ങളിൽ, അതായത് വളരെ കൂടുതൽ ഇൻഡസ്ട്രിയുള്ള കമ്പനികളുള്ള സ്ഥലത്ത് എംപ്ലോയീസിന്, അതായത് ബാച്ചിലേഴ്സ് അവിടെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. യു ക്യാൻ ഹയർ സർട്ടൻ പീപ്പിൾ ഓൾസോ. സ്വന്തമായി ആൾക്കാരെ ഹയർ ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഒരു നല്ല ഒരു എക്സ്പേർട്ടീസിൽ ഈ കാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. 11ാമത്തെ കാര്യമാണ് ട്യൂഷൻസ് ആൻഡ് കോച്ചിങ്. അതായത് സ്കൂളുകൾ അടുത്തുള്ള സ്ഥലങ്ങളിൽ, സ്കൂളുകളില്ലെങ്കിൽ തന്നെ അടുത്ത് കുറേ വീടുകളുണ്ടെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, കാര്യങ്ങൾ, സബ്ജക്ട്സ് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ എഡ്യൂക്കേഷന്, നോളജിനെ ഒരു ലെവൽ അപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. കൂടാതെ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ സപ്പോർട്ട് കൂടി നൽകാൻ പറ്റും. കൂടാതെ നിങ്ങളുടെ അയൽപക്കത്തുള്ള നെയ്ബർഹുഡിലുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ സ്കൂളിൽ കിട്ടിയത് ഇനഫായി വരാത്ത അപര്യാപ്തമായ ഒരു ബ്രിഡ്ജ് കൂടി നിങ്ങൾക്കിവിടെ ചെയ്തു കൊടുക്കാൻ പറ്റും ത്രൂ ട്യൂഷൻ ആൻഡ് കോച്ചിങ്. 12ാമത്തെ കാര്യമാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയും. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള മാർക്കറ്റിംഗ്. അത് ഇൻസ്റ്റാഗ്രാം ആയാലും വാട്സാപ്പ് ആയാലും ട്വിറ്റർ ആയാലും സ്നാപ്ചാറ്റ് ആയാലും ടിക്ടോക്ക് ആയാലും ഏത് മീഡിയ എടുത്താലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായി ഒരു സൗണ്ട് പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റുകയും കൂടുതൽ ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ആഡ് ചെയ്യാൻ പറ്റുകയും കൂടാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റുമായി, സർവീസുമായി, ഒരു കമ്പനിയുമായി കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് നല്ല ഒരു ഏർണിംഗ് മാർഗമാണ് നൽകുന്നത്. 13ാമത്തെ കാര്യമാണ് ഓൺലൈൻ ജേർണലിസം എന്ന് പറയും. അതായത് ഇന്ന് കാണുന്ന മാധ്യമങ്ങൾ എല്ലാം ഓൺലൈൻ മീഡിയയിലേക്ക് മാറിയിരിക്കുന്നു. ഏത് മീഡിയ എടുത്താലും നാഷണൽ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള, അതല്ല പ്രാദേശികമായതോ അല്ലെങ്കിൽ അന്തർദേശീയമായ എല്ലാ ന്യൂസ് പേപ്പറും ഇന്ന് ഓൺലൈൻ വഴി ലഭ്യമാണ്. ഇതിലേക്ക് ആവശ്യമായ ടൈപ്പിംഗ് ചെയ്യാൻ ചിലപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട്. പ്രാദേശികമായ പല മാധ്യമങ്ങൾക്കും ഒരു റിപ്പോർട്ടറുണ്ട്, പക്ഷേ ഈ റിപ്പോർട്ടിനെ സ്വന്തമായി അടിച്ച് ടൈപ്പ് ചെയ്ത് ഓൺലൈൻ മീഡിയയിലേക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്.
ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ എഡ്യൂക്കേറ്റഡായ പല ഹൗസ് വൈഫ്സിനും വീട്ടിലിരുന്ന് പഠിക്കുന്ന കൂട്ടുകാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 14-ാമത്തെ കാര്യമാണ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. ഇത് വളരെ ഡീറ്റെയിൽ ആയതും വളരെ പ്രൊഫഷണലുമായ ഒരു കാര്യമാണ്. അതായത് ഓഡിയോ ക്ലിപ്പ് ഡോക്ടേഴ്സും പ്രൊഫഷണൽസും നൽകുന്ന കാര്യത്തെ വേർഡ് ഡോക്യുമെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. 3 മാസം മുതൽ 1 വർഷം വരെ അല്ലെങ്കിൽ 2 വർഷം വരെയുള്ള ഡിഗ്രി പ്രോഗ്രാമായിട്ട് പോലും മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിക്കാറുണ്ട്. ഈ പഠിച്ച കൂട്ടുകാർക്ക് ഈ കാര്യത്തിൽ കൂടി നല്ല ഒരു വരുമാന മാർഗം സൃഷ്ടിക്കാവുന്നതാണ്. അവസാനത്തേതുമായ പ്ലാറ്റ്ഫോമാണ് ഡാറ്റ എൻട്രി. അതായത് ഇന്ന് നമുക്കറിയാം എല്ലാ ബിസിനസ്സും ഓൺലൈൻ ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ അത് ഓൺലൈനിലേക്ക് ആവശ്യമായി വരാറുണ്ട്. അത് അടിച്ച് ടൈപ്പ് ചെയ്ത് സംസാരിച്ച് കയറ്റാൻ ആൾക്കാരെ ആവശ്യമുണ്ട്. അതിലുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒരു ഭാഗമാകാൻ പറ്റുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് 15 മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായി വീട്ടിലിരുന്ന് കാശുണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങൾ. സ്പെഷ്യലായി ഈ വീഡിയോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹൗസ് വൈഫ്സിനാണെങ്കിലും വീട്ടിലിരുന്ന് പഠിക്കുന്ന റെഗുലർ എഡ്യൂക്കേഷൻ നേടുന്ന കൂട്ടുകാർക്ക് സ്വന്തമായി വരുമാന മാർഗം സൃഷ്ടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങൾ പെണ്ണാകണം ആണാകണം എന്നില്ല, ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഫ്രണ്ട്സ്, ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും. സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.